ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് ഇന്നറിയണോ? അല്ല അത് നമുക്ക് ചോദിച്ചോക്കാം. അല്ല പറയാണേ, പുതിയ മെമ്പറൊക്കെ അല്ലേ? ആ ഇതിലൊക്കെ ചെയ്യോ നോക്കാം. മെമ്പറേ ഒന്നും കൂടെ വരി. എന്താപ്പ ഈ കാണുന്നത്? അത് അടുക്കളയിലേ പണിയായിരുന്നു, അതുകൊണ്ടാ മാക്സി ഇട്ട. പുറത്തു പോകുമ്പോ ഞാൻ ഭയങ്കര ടിപ്പായിട്ടേ പോവുള്ളൂ. നിങ്ങള് മാക്സോ ചുരിദാറോ എന്താ ചട്ടോളൂ അതൊന്നല്ലപ്പ ഞങ്ങളുടെ ചോദ്യം. ഈ റോഡ് ഇങ്ങനെ കിടക്കണ കണ്ടില്ലേ കുണ്ടും കുയ്യായിട്ട്? നിങ്ങള് കണ്ടിരുന്നോ? എന്നിട്ട് വെറുതെ കയറി കുത്തിരിക്കാം. നിങ്ങളിവിടെ കുറച്ച് കടലാസ് വഞ്ചി ഉണ്ടാക്കിയിട്ട് അതിൽ ഒളിപ്പിച്ച് കളിച്ചാളി. ഇത് കണ്ടിട്ട് മെമ്പർ എന്താ ചെയ്ത്? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാണോ എന്റെ മെമ്പർ? എങ്ങളൊക്കെ എന്തെന്നാ പറയണ്ടത്? ഞങ്ങള് ഇവര് ഇത്ര പോന്ന കുയ്യായിരുന്നു ഒരാഴ്ച മുമ്പ്. അതിപ്പോ വെള്ളം ഇങ്ങനെ പോന്നു വല്ലാത്തൊരു കുയ്യായിട്ടാ കിടക്കണേ. അന്നേരം ഒരു ചങ്ങാചാരെ വൈക്കുമ്പോ കെട്ടിമറിഞ്ഞ് വീണ അവിടെ. ആണ് മാത്രല്ല ഒരു പെണ്ണും വീണു. അവരെവിടെ പോയതാ? അവര് പോയത് അന്വേഷിക്കാൻ ഞങ്ങൾക്ക് പണി. ഞങ്ങൾ അന്വേഷിക്കാനുള്ളവർക്കൊക്കെ അന്വേഷിച്ച് പറയാനുള്ളവർക്കൊക്കെ പറയുകയും ചെയ്തു. വാട്ടർ അതോറിറ്റിയിൽ പോയി, ഇതിന്റെ കരാറുകാരന്റെ അടുത്ത് പോയി, പഞ്ചായത്ത് ഓഫീസിൽ പോയി. ഇനിയിപ്പോ എവിടെ പോകണ്ടേ? ഞങ്ങള് കാര്യങ്ങൾ പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ വേപ്പട്ടക്ക് ഇങ്ങനെ ആലോചിച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല. പഞ്ച് ചരിത്തുണ്ടോന്ന് അറിയാൻ വന്നല്ല ഞങ്ങള്. ഞാൻ പല പ്രാവശ്യം അയാളുടെ അടുത്ത് പോയതാ, അയാൾ കേക്കണില്ല. കേക്കാണ്ടിരിക്ക അയാളെന്താ പൊട്ടനോ? നിങ്ങൾ എന്നോട് ഇങ്ങനെ ചൂടാവല്ലേ? ഞാനൊരു പെണ്ണായതുകൊണ്ട് അയാൾക്ക് എന്നൊരു വിലയില്ല. ഈ ജാതി സാധനങ്ങളുള്ള വോട്ടും കൊടുത്ത് ജയിപ്പിച്ചത് സുഖതാ. നമ്മൾ പൈപ്പ് പൊട്ടിട്ട് വെള്ളം പോണത് പോട്ടെ, ആ പൊട്ടിയെടുത്ത് കൂടെ അഴുക്ക് വെള്ളം മണ്ണും ആ പൈപ്പിലേക്ക് വേണ്ടിട്ട് അതല്ലേ നാട്ടുകാർ കുടിക്കണേ? ആണല്ലേ നിങ്ങൾക്കറിയില്ല. ഒന്നാമത് ഈ പുതിയ മെമ്പർമാർ വന്നിട്ട് ഇവരൊന്നും വിചാരിച്ച കാര്യം. ഞാനൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം ചെയ്ത്? അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി അയാളോട് പറഞ്ഞു നോക്കാം. അത്യാവശ്യമാണെങ്കിലേ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല? ഈ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കണം. നിങ്ങൾ കാണില്ലേ? ഇതൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സംഭവം നടക്കണമെങ്കിലേ നമ്മളെല്ലാരും കൂടി വിചാരിക്കണം. വെച്ചാല് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അതങ്ങോട്ട് ശരിയാക്കാന്ന്. നമ്മുടെ പ്ലംബർ സുരേഷ് ഇല്ലേ, മുടി നീട്ടി വളർത്തിയിട്ടുള്ള സുരേഷ്, അവനെയും കൂട്ടാം. അച്ഛൻ എന്തെങ്കിലും കൊടുത്താൽ മതി. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പറ്റും. പിന്നെ ഇക്ക മുന്നിൽ നിന്നാ മതി, പിന്നിൽ ഞങ്ങളുണ്ടാവും. അതാണ്, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ പറയാൻ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട, പ്രസംഗിക്കാൻ പഠിച്ചോളൂ. ഇക്ക റെഡിയല്ലേ? മുമ്പിൽ ഞങ്ങൾക്കൊക്കെ ധൈര്യ, പിന്നെ സംഗതി നടക്കും. നാട്ടിലെ കാര്യം നമ്മൾ തന്നെ ചെയ്യണോ? കൈയടിച്ച് പാസ്സാക്ക്. കൈയടിച്ച് നിങ്ങൾ പാസ്സാക്കണ്ട, ഞങ്ങൾ പാസ്സാക്കിക്കോളൂ. നിങ്ങൾ ഇവിടെ ഇരുന്നോളി കരഞ്ഞിട്ട്. എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്ക്. ഇനി പഞ്ചായത്തിന്റെ സ്ഥിതി എന്താ വേണോ വെക്കാടുന്ന അങ്ങോട്ട്. ഓ രക്ഷപ്പെട്ടെന്റെ ദേവി, ഇല്ലെങ്കിൽ ഇതിന്റെ പുറകടക്കേണ്ടി വന്നേനെ പൊട്ടന്മാര്. എന്തായാലും നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങി പുറപ്പെട്ടോണ്ടേ ആ പൈപ്പിന്റെ ലീക്ക് അങ്ങോട്ട് മാറിയിട്ട് റോഡ് വൃത്തിയായി. ഇതിപ്പോ അവര് വന്ന് ചെയ്യട്ടെ എന്ന് കരുതിയെങ്കിലേ ഇപ്പൊ റോഡ് പൊട്ടി ആകെ തകട് കൂടിയുണ്ടാവും. അല്ലാതെ തന്റെ വീട്ടിലേക്കുള്ള കണക്ഷൻ അല്ലേ അത്? എന്റെ സുമേഷ് ഏട്ടാ, അത് ഹൗസ് കണക്ഷൻ ഒന്നല്ലത്. അത് അവര് വെറുതെ പണിയെടുക്കാണ്ടിരിക്കാൻ ഓരോ കാരണം പറഞ്ഞല്ലേ. അത് വാട്ടർ അതോറിറ്റിയുടെ മെയിൻ കണക്ഷൻ. അത് അങ്ങനെയാണെങ്കിൽ അത് നേരെയാക്കി ഇനി നമുക്ക് പൈസ കിട്ടണ്ടേ? നമുക്ക് ഗവൺമെന്റിന് അപേക്ഷ കൊടുത്താലോ? പൈസ കിട്ടാൻ ഗവൺമെന്റിന് പണിയെടുക്കാൻ പറഞ്ഞിട്ട് ഒരാഴ്ചയായിട്ട് തിരിഞ്ഞു നോക്കാത്തവരെ എനിക്ക് കാശ് തരാൻ പോണം. എടാ ഉണ്ണി, നമ്മളൊന്നും കാശിന് വേണ്ടി ഒന്നും ചെയ്യരുത്. എന്തൊരു കാര്യം നടക്കുമ്പോഴും നമ്മൾ പഞ്ചായത്തിനെ അറിയിക്കുക, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ ആശ്രയിക്കുക, അതൊന്നും പാടില്ല. നമുക്ക് പറ്റണ പണികൾ നമ്മൾ തന്നെ ചെയ്താൽ നാട് നേരവും. നമ്മൾ ഈ പഞ്ചായത്തിനൊരു മാതൃകയാവണം. ഭരണകർത്താക്കൾക്ക് ഇതൊരു പാഠമായിരിക്കണം. അതായത് വലിയ വലിയ മാറ്റങ്ങൾക്ക് നമ്മുടെ വക ഒരു ചെറിയ തുടക്കം. അതെ കുടുങ്ങണോ? ഞാൻ ആകെ അടങ്ങറായിരുന്നാ തോന്നുന്നത്. എന്തൊക്കെ പോയി, എല്ലാ കാര്യങ്ങളും പോയി. എന്താ പിന്നെ പൈപ്പ് പൊട്ടിയാ? പൈപ്പ് പൊട്ടല്ല, എന്റെ ചങ്ക് പൊട്ടിട്ടാ ഞാൻ നടക്കണത്. എന്തിനാന്ന് ചോദിച്ചാൽ അനുമതി ഇല്ലാണ്ട് റോഡ് കുഴിച്ചതിന് പഞ്ചായത്ത് എന്ന് പറഞ്ഞോ, പിന്നെ PWD വേറെ പറഞ്ഞോ, പിന്നെ അനുമതി ഇല്ലാണ്ട് എന്താണ് മറ്റേ പൈപ്പ് നേരാക്കിയതിന് വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ വേറെയും. എന്താ പൈല് പറയണ എന്താ വെച്ചാൽ ഇപ്പൊ ഉടനെ തന്നെ ഞാൻ പിഴ അടച്ചില്ല വെച്ചാ അവര് എന്റെ നേരെ നടപടി എടുക്കുന്ന പറഞ്ഞത്. പക്ഷെ എന്തൊരു കഷ്ടം നോക്കി. ആ പൈപ്പ് പൊട്ടിന് ഒരു മാസം അവരുടെ പിന്നാലെ നടന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ നോട്ടീസ് അയക്കാൻ അവർക്ക് പെട്ടെന്ന് കഴിഞ്ഞല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ നമ്മള് ചെയ്യാ?
ചെയ്യാന്ന് വെച്ചാൽ ചെയ്യാനൊക്കെ പണിയുണ്ട്. ഇത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഇപ്പം എന്തിനാ ഞാൻ പേടിക്കണത്? ഇത് പിന്നെ മാത്രം പ്രശ്നമല്ലല്ലോ, ഇത് ഈ നാടിൻ്റെ പ്രശ്നമാണ്, ഈ നാട്ടുകാരുടെ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള അനീതിക്കെതിരെ നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് പോരാടും, ജനമുന്നേറ്റം നടത്തും. സുഖ